ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 8 പരിശുദ്ധ സഭയുടെ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ ബാവായുടെ ഓർമ്മ ദിനമാണ്. ഇന്ന് വൈകിട്ടും നാളെയും ഇവിടെ വളയഞ്ചിറങ്ങര പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന ബർന്നവാസ് തിരുമേനയുടെ ഓർമ്മ ദിനമാണ്. ഒരു പ്രത്യേകത, അവർ രണ്ടുപേരുടെയും അടിസ്ഥാന കുടുംബം ഒന്നാണ്. ശാഖകളായി പിരിഞ്ഞു മാത്രമേ ഉള്ളൂ. രണ്ടുപേരിലും ഒത്തിരി പ്രത്യേകതകൾ യോജിക്കുന്നതുണ്ട്. മൂന്നാമത് വേറൊരു പ്രത്യേകതയും കൂടെ നാളെ കഴിഞ്ഞുണ്ട്. അതായത് ഡിസംബർ 10 9ഉം 10ഉം വെട്ടിക്കൽ ദേറായുടെ പെരുന്നാളാണ്. അവിടെ പരിശുദ്ധ പരിമള തിരുമേനിയുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ച ദിനത്തിൻ്റെ ഓർമ്മയാണ്. മാത്രമല്ല, ആ ദേറ സ്ഥാപിതമായിട്ട് 900 വർഷം 9 നൂറ്റാണ്ടിൻ്റെ പ്രാർത്ഥനാ പുണ്യമായി നിൽക്കുന്ന ദേറായുടെ ഒരു പെരുന്നാളാണ്. ഏറ്റവും വലിയ പെരുന്നാളായിട്ട് ഇപ്പം മാർത്തോമാശ്ലീഹായുടെ പെരുന്നാൾ വലുതാണ്, പക്ഷേ തിരുശേഷിപ്പ് സ്ഥാപിച്ച പ്രത്യേക പെരുന്നാളാണ്. ഇവർ 3 പേരും നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം എറണാകുളം ജില്ലക്കാർ, എറണാകുളം ജില്ലയിലെ 3 പെരുന്നാളുകൾ തൊട്ടടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്നു എന്നത് ആമുഖമായി പറഞ്ഞിട്ട് പരിശുദ്ധ ഔഗേൻ ബാവായെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. പരിശുദ്ധ ബാവാ തിരുമേനി ഒത്തിരിയേറെ മാനസികവും ശാരീരികവുമായി വേദന അനുഭവിക്കുകയും കഷ്ടപ്പാടുകൾ സഹിക്കുകയും ഒത്തിരി വേദനകൾ കാണുകയും ചെയ്തിട്ടുള്ളയാളാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഓരോ പടവുകളും അദ്ദേഹം കയറിപ്പോകുന്നതൊന്നും എന്തെങ്കിലും ഒരു സ്ഥാനം മോഹിച്ചായിരുന്നില്ല. ഷീമയിലേക്ക് പോകാൻ അവസരം കിട്ടി. അവിടെ ചെന്ന് അവിടെ പഠിക്കാമാവുന്ന എല്ലാ സംഗതികളും അദ്ദേഹം പഠിച്ചെടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. ഒരു രീതി പറഞ്ഞാൽ സുറിയാനിയുടെ ആഴങ്ങളും പരപ്പുകളും ശരിക്കറിഞ്ഞ് പഠിച്ചയാളാണ്. അതിന് ഉദാഹരണമായിട്ടാണ് സഭ ഉപയോഗിക്കുന്ന ഹൂത്തോമ പുസ്തകം. അദ്ദേഹം എഴുതിയത് സുറിയാനിയിൽ. സാധാരണ ഉപയോഗിക്കുന്ന കൂടാതെ പുതിയ നമ്മളിപ്പോൾ എന്നും നിത്യം ഉപയോഗിക്കുന്ന ഹൂത്തോമ പുസ്തകത്തിന് എഴുതിയിട്ടത് ട്രാൻസ്ലേറ്റ് ചെയ്തത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷാ ജ്ഞാനം മലയാളവും അതുപോലെ തന്നെ സുറിയാനും ഒരുപോലെ വഴങ്ങുമായിരുന്നു. മറ്റു ഭാഷകൾ വശമില്ലായിരുന്നു എന്നല്ല ഇത് പറയുന്നതിന് അർത്ഥം. പക്ഷേ ഈ സമയത്തെല്ലാം അദ്ദേഹം അനുഭവിച്ച വേദനകൾ, മാനസിക പീഡനങ്ങൾ ഭയങ്കരമായിരുന്നു. അന്നായിരുന്നു സിറിയയിൽ വംശഹത്യ ഉണ്ടാവുകയും ഒത്തിരിയേറെ ക്രിസ്ത്യാനികൾ നരകയാതന അനുഭവിക്കുകയും മരണപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. ആ സമയത്ത് പാത്രക്കേസ് അബ്ദേദ് മെസ്സിയ അല്ലെങ്കിൽ അബ്ദുൽ മെസ്സിയ എന്ന് നമ്മൾ പറയുന്ന അബ്ദേദ് മെസ്സിയ പാത്രക്കേസ് ആയിരുന്നു. അദ്ദേഹത്തോട് ഗവൺമെൻറ് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് പുറത്തിറങ്ങരുത്. പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ ജനം മരിച്ചു കിടക്കുന്നത് അറിഞ്ഞിട്ട് അവിടെ അടങ്ങിയിരിക്കാതെ തെരുവിലൂടെ ഈ മൃതശരീരങ്ങളുടെ ഇടയിലൂടെ കടന്നു പോവുകയാണ്. അന്ന് അദ്ദേഹം അനുഭവിച്ച വേദന ഭയങ്കരമാണ്. അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി പുതിയ ആളെ എടുത്തത് ഈ ഒരു കാരണത്തിന്, അദ്ദേഹത്തിന് വല്ലാതെ ഒരു സ്ഥാന ന്യൂനതയിൽ, അത് ശരിക്കറിയാവുന്ന ആളായിരുന്നു ബർന്നബാസ് തിരുമേനി. അതുകൊണ്ടാണ് അദ്ദേഹം മലങ്കരയിൽ എഴുന്നള്ളി വന്ന് കാതോലിക്കയിൽ സ്ഥാപിക്കണമെന്ന് മനസ്സിൽ തീരുമാനിക്കുകയും അതിനുവേണ്ട ഉപദേശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും സ്ഥാനാരോഹണത്തിന് ഇവിടെ എത്തുകയും ചെയ്തു. വേറൊരു കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാതോലിക്കായുടെ പ്രിയ ശിഷ്യനുമായിരുന്നു. അങ്ങനെ വേദനകൾ കണ്ടു പഠിച്ച, അതുകൊണ്ട് തന്നെ പിറവം പള്ളിക്കാർ അദ്ദേഹത്തെ വിളിച്ച് കർഷാനുവാഴ്ചയെ വിളിച്ചിട്ട് ഇടയ്ക്ക് രാത്രിയിൽ വിളിച്ചെഴുന്നേൽപ്പിച്ച് കാല് ചെരുപ്പിടാതെ പിറവം പള്ളിയുടെ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ പിന്നാക്കം നടത്തി അടിച്ച് പോകുമ്പോൾ കാല് സന്യാസിമാരുടെ കാല് ചെരുപ്പിടാത്തതുകൊണ്ട് ഈ സ്പോഞ്ച് പോലിരിക്കും. അപ്പോൾ ആ മെറ്റിടാൻ വിട്ട പാതയിലൂടെ നടക്കുമ്പോഴത്തെ വേദന ഒന്ന് ആലോചിച്ച് നോക്കി. അത്രമാത്രം ത്യാഗം സഹിച്ച ഒരു പരിശുദ്ധ പിതാവാണ്. അദ്ദേഹത്തിനെ സ്മരണയാണ് നാം കൊണ്ടാടുന്നത്. രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്ക് ചുരുക്കാം. അന്ന് പരിശുദ്ധ ബാവാ തിരുമേനിയെ നിയുക്ത ബാവായായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഗീവർഗീസ് ബാവായ്ക്ക് വേറെയും ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ഏറ്റവും പ്രധാനനും പ്രഗത്ഭനുമായിരുന്നു തോമാ മാർ ദിവന്നാസ് തിരുമേനി. അദ്ദേഹത്തിനൊരു പള്ളിയിൽ പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച രാജ്ഞിയുടെ സഹായത്തോടെ അവിടെ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും കൂടാതെ പ്രവേശിച്ച കാര്യം മാതാപിതാക്കൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്.
മാത്രമല്ല കാട്ടുപത്തനാപുരത്തെ അനുഗ്രഹമായ പത്തനാപുരമാക്കിയതും അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അങ്ങനെ ഒത്തിരി പ്രഗത്ഭന്മാർ ഉണ്ടായിരുന്നിട്ടും പ്രാർത്ഥന, ധ്യാനം, നോമ്പ്, ഉപവാസം, വിനയം എല്ലാം ഉണ്ടായിരുന്ന ഔഗേംബാവ എടുത്തത് സഭയെ അറിഞ്ഞു തന്നെയാണ്. പക്ഷേ നമുക്ക് പലപ്പോഴും ഒരു തോന്നലുണ്ട്, പ്രാർത്ഥന, വിനയം, ക്ഷമ, സഹനമൊക്കെ ഒരു ബലഹീനതയാണ്. അല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവരുടെ ഉണ്ടാവും. അതുകൊണ്ടാണ് അന്നത്തെ സഭ അദ്ദേഹത്തെ കാതോലിക്കായിട്ട് എടുത്തത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്ക് എന്നും എപ്പോഴും കൂട്ടായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്ക് തീർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.